സിലബസിനെ കുറിച്ചായാലും ഇതിന്റെ സ്റ്റഡി പ്ലാനിനെ കുറിച്ചൊക്കെ ആയാലും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഹായ്, വെൽക്കം ടു എൻട്രിയ. നമ്മുടെ എസ് എസ് സിയുടെ എക്സാം നോട്ടിഫിക്കേഷൻസ് ഓരോന്നോരോന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വർഷം നമ്മൾ വെയിറ്റ് ചെയ്യുന്ന അടുത്ത ഒരു മാസം 2 മാസത്തിൻ്റെ അകത്ത് നമുക്ക് വരാതിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ എസ് എസ് സിയുടെ CHSL കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ +2 ക്വാളിഫിക്കേഷനുള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം. മേ ബി ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കോളേജിലൊക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും തന്നെ എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. കോളേജ് കഴിഞ്ഞവരും കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ തന്നെ എല്ലാവർക്കും 18 വയസ്സിന്റെ മുകളിലോട്ടുള്ള എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് SSCയുടെ CHSL എക്സാം എന്ന് പറയുന്നത്. അതിന്റെ ഇത്രയും തവണ എഴുതാൻ പറ്റും അങ്ങനൊന്നുമില്ല. നമ്മുടെ ആ ഒരു ഏജ് ഓവർ ആവുന്ന വരെ എത്ര തവണ വേണമെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഹയർ സെക്കൻഡറി +2 ആണ് ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഇതേ SSCയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ അണ്ടറിൽ വരുന്ന SSCയുടെ ഈ ഒരു CHSL എക്സാമിന്റെ ഒരു സെലക്ഷൻ സ്റ്റേജസ് എന്താണ്, സെലക്ഷൻ പ്രോസസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവർ, ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ, അവർക്ക് വേണ്ടി ഈ ഒരു സ്റ്റേജസ് ഓഫ് എക്സാംസ് എന്താണെന്നുള്ളത് അറിഞ്ഞ് അത് മനസ്സിലാക്കി അത് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് SSC CHSL എക്സാംസിന്റെ റിക്രൂട്ട്മെന്റ് നടക്കുന്നതെന്നുള്ളതും അതിന്റെ സ്റ്റേജസിൽ സെലക്ഷൻ സ്റ്റേജിൽ എന്തൊക്കെ പ്രോസസ് ആണ് വരുന്നുള്ളതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം ഈ ഒരു സെഷനിൽ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ SSCയുടെ CHSL എക്സാമിന്റെ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും നമ്മളിപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത് നമ്മുടെ SSCയുടെ CGL എക്സാം, SSCയുടെ എക്സാം കലണ്ടർ 2026-2027 ആണ് ഈ കലണ്ടർ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൽ നമ്മുടെ ആദ്യത്തെ എക്സാം SSCയുടെ CGL ആയിരുന്നു. പക്ഷേ അതിന്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. മേ ബി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഓൾറെഡി ആ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാകാം. ലേറ്റ് ആയിട്ട് കാണുവാണെങ്കിൽ ഇതിൽ തന്നെ നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ SSCയുടെ CHSL കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ +2 ക്വാളിഫിക്കേഷനുള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന എക്സാം. ഇപ്പം CGL ആണെങ്കിൽ ഗ്രാജുവേഷൻ വേണം നമുക്ക് എക്സാം എഴുതണമെങ്കിൽ, പക്ഷേ CHSL ആണെങ്കിൽ ജസ്റ്റ് +2 മാത്രമാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ശരിക്കും നമ്മുടെ കലണ്ടർ അനുസരിച്ച് ഏപ്രിലിൽ വരേണ്ടതാണ്, പക്ഷേ ഏപ്രിലിൽ വന്നില്ല. നമുക്ക് അത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മെയ് ആണ് കൊടുത്തേക്കുന്നത്. മെയ്യിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ നമുക്ക് വരും, അല്ലെങ്കിൽ നമുക്ക് ജൂണിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്. എക്സാമിന്റെ സമയം കൊടുത്തുന്നത് ജൂലൈ ടു സെപ്റ്റംബർ ആണ് നമ്മുടെ എക്സാമിന്റെ സമയം കൊടുത്തിരുന്നത്. അപ്പൊ മേ ബി നമ്മുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് എപ്പോൾ എക്സ്പെക്ട് ചെയ്യാം, ഈ മെയ് ജൂണിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിനുശേഷം തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ, ഓഗസ്റ്റോ സെപ്റ്റംബറോ ആയിട്ട് നമ്മുടെ ഈ ഒരു CSന്റെ എക്സാം ഉണ്ടായിരിക്കും. ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നവരാണെങ്കിൽ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഏകദേശം ഒരു 3 to 4 മന്ത്സ് നമുക്ക് ഇതിന് മുമ്പിൽ ബാക്കിയുള്ളൂ പ്രിപ്പറേഷന് വേണ്ടി. അപ്പോൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർക്ക് നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം. ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്ത് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ ഏറ്റവും നല്ലപോലെ അത് എഴുതാൻ പോകാൻ രീതിയിലേക്ക് പ്രിപ്പറേഷൻ കൊണ്ടുപോകാനുള്ള സമയം സ്റ്റിൽ നിങ്ങളുടെ മുമ്പിൽ ബാക്കിയുണ്ട്. 3 to 4 മന്ത്സ് ഇനി നിങ്ങളുടെ മുമ്പിൽ ബാക്കിയുണ്ട് എക്സാംസ് വരെ. നോട്ടിഫിക്കേഷൻ വരാൻ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അവിടെ എക്സ്ട്രാ സമയം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ഇത് കൂടാതെ തന്നെ നിങ്ങളുടെ ഈ ഒരു CHSLന്റെ എക്സാമിന്റെ പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ, ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ ഇപ്പം തുടങ്ങുന്നവരാണെങ്കിൽ പോലും ഇപ്പൊ സമയമില്ല എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അത് ട്രൈ ചെയ്യുക. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇൻ കേസ് അത് കിട്ടിയില്ലെങ്കിൽ പോലും അതിന്റെ തൊട്ട് പുറകെ എന്ത് എക്സാം വരുന്നുണ്ട്, SSCയുടെ MTS വരുന്നുണ്ട്. ജസ്റ്റ് പ്ലസ് 10th ക്ലാസ് മാത്രമാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, ജസ്റ്റ് 10th ക്ലാസ് മാത്രം. അതേപോലെ തന്നെ അതിന്റെ തൊട്ട് പുറകെ നമ്മുടെ SSCയുടെ CPO വരുന്നുണ്ട്, സെൻട്രൽ പോലീസ് ഓഫീസർ, ഡൽഹി പോലീസ്. ഗ്രാജുവേഷൻ ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് കൂടാതെ അതിന്റെ തൊട്ട് പുറകെ നമ്മുടെ SSCയുടെ GD എക്സാം വരുന്നുണ്ട്. GD എക്സാം എന്ന് പറഞ്ഞാൽ അഗൈൻ 10th ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. ആൻഡ് SSC എക്സാംസിലെ ഏറ്റവും ഹ്യൂജ് വേക്കൻസിക്ക് വിളിക്കുന്ന എക്സാം ആണ് SSCയുടെ GD കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ എല്ലാം സിലബസ് സെയിം ആണ്. ജസ്റ്റ് എക്സാമിന്റെ ക്വസ്റ്റിന്റെ കൗണ്ടി മാത്രമേ വ്യത്യാസമുള്ളൂ. ലൈക്ക് ചിലത് 80 ക്വസ്റ്റിനായിരിക്കും, ചിലത് 100 ക്വസ്റ്റിനായിരിക്കും, ചിലത് 200 ക്വസ്റ്റിനായിരിക്കും. ആ ഒരു വ്യത്യാസമാണ് നമുക്കവിടെ ഉള്ളത്. പക്ഷേ സിലബസ് എക്സാക്ട്ലി സെയിം. സോ നിങ്ങളുടെ ഒരു എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആ എക്സാമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്തെങ്കിലും ഉറപ്പായിട്ടും വരാതിരിക്കുന്ന തൊട്ട് പുറമുള്ള ബാക്കി എക്സാമിന് അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു എക്സാമിന്റെ ഡേറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരിക്കും. എന്താണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ഈ ഒരു ലാഗ് വന്നിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ ഡെഫിനറ്റ്ലി അതൊരു ബ്ലെസ്സിംഗ് ആണ്, നമുക്ക് കൂടുതൽ സമയം കിട്ടുവാണ്. ഇനി ഈ ഒരു എക്സാം വിളിക്കുന്ന സമയത്ത് നമുക്ക് യൂഷ്വലി വരുന്ന വേക്കൻസീസ് എന്ന് പറയുന്നത് ഒരു 3000 to 5000 വേക്കൻസിന്റെ ഇടയ്ക്കാണ് യൂഷ്വലി വേക്കൻസീസ് നിൽക്കുന്നത്. 3500, 4000. ചിലപ്പം റയർ കേസിൽ മാത്രമാണ് 5000 തൊട്ട് 6000 വേക്കൻസി വരെ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ 2026-ലും നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വേക്കൻസി എന്ന് പറഞ്ഞ ഈ ഒരു 3000 to 5000 ഇടയ്ക്കൊക്കെ ആയിട്ടായിരിക്കും നിൽക്കാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു എക്സാം ഫില്ല് ചെയ്യുന്നതും നമ്മുടെ ഗ്രൂപ്പ് C പൊസിഷൻ, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലെ
ഗ്രൂപ്പ് സി കാറ്റഗറി പൊസിഷൻസ് ആണ് ഫില്ല് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് ഇതിന്റെ അണ്ടറിൽ 2 പോസ്റ്റുകളാണ് വരുന്നത്. നമ്മൾ സാധാരണ അതിനെ പറയുന്നത് LDC-യും അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്. ഈ 2 പോസ്റ്റുകളാണ് നമ്മുടെ CHSL എക്സാമിന്റെ അണ്ടറിൽ വരുന്നത്. ലോവർ ഡിവിഷണൽ ക്ലർക്ക്, LDC, വേരിയസ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ അതിനെ JSA എന്ന് പറയാറുമുണ്ട്, ജൂനിയർ സെക്രട്ടറിയൽ അസിസ്റ്റന്റ് എന്നും പറയാറുണ്ട്. അതുകൂടാതെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, അവിടെയും ഡാറ്റ എൻട്രി ഓപ്പറേറ്ററും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് അങ്ങനെ 2 കാറ്റഗറി ഉണ്ട്. അപ്പൊ ഈ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഈ LDC-യും ഈ DO-യും ഈ 2 പോസ്റ്റുകൾക്കാണ് നമ്മുടെ SSCയുടെ CHSL എക്സാം നമുക്ക് വിളിക്കുന്നത്. അപ്പൊ ഈ 2 പോസ്റ്റ് ആയിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. ഇനി നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇതിന്റെ ഒരു സെലക്ഷൻ സ്റ്റേജസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 ടയർ പ്രോസസ് ആണ് ഇതിനെ വരുന്നത് എന്ന് നമുക്ക് പറയാം. ആദ്യമേ നമ്മുടെ ആപ്ലിക്കേഷൻ വരും, അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മുടെ ആദ്യത്തെ എക്സാം, ഹോൾ ടിക്കറ്റ് ഒക്കെ വന്നതിന് ശേഷം നമ്മുടെ ആദ്യത്തെ എക്സാം ഉണ്ടായിരിക്കും Tier 1 എക്സാം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഈ Tier 1 എക്സാം ഓഗസ്റ്റ്, സെപ്റ്റംബർ ആ ഒരു സമയത്തായിരിക്കും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് അത് ഒരു 100 ക്വസ്റ്റ്യൻ 200 മാർക്കിന്റെ എക്സാം ആയിരിക്കും. നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വരുന്നത്. MCQ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവിടെ വരുന്നത്. എല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇനി ആ ഒരു എക്സാം ക്ലിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് അതിന്റെ റിസൾട്ട് വരുമ്പോൾ അത് ക്ലിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആയിരിക്കും ഏത് എക്സാമിലേക്ക് പോകുന്നത്? Tier 2 എക്സാമിലേക്ക് പോകുന്നത്. Tier 2 എക്സാമും നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും, പക്ഷെ ക്വസ്റ്റിന്റെ എണ്ണം കൂടുതലായിരിക്കും. പിന്നെ അവിടെ നമുക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് കൂടി കാണും. എന്നിട്ട് ഒരു ഗ്രൂപ്പ് സി കാറ്റഗറി പോസ്റ്റ് ആണ്. ഗ്രൂപ്പ് സി കാറ്റഗറി പോസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആ പോസ്റ്റുകളുടെ പേര് നിങ്ങൾ കേട്ടാണ്, ലോവർ ഡിവിഷണൽ ക്ലർക്കും ഡാറ്റ എൻട്രി ഓപ്പറേറ്ററും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ ആ ഒരു പോസ്റ്റിൽ വരുന്ന ആൾക്കാർക്കാണെങ്കിലും കമ്പ്യൂട്ടർ വളരെ നല്ലപോലെ ഉപയോഗിക്കാൻ അറിയുന്നവർ, എസ്പെഷ്യലി ടൈപ്പിംഗ് നല്ലപോലെ അറിയാവുന്ന ആൾക്കാരായിരിക്കും ആ ഒരു എക്സാംസിലേക്ക് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഇനി അതിനുവേണ്ടി ടൈപ്പിംഗ് പഠിച്ചിട്ടുണ്ടായിരിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സർട്ടിഫിക്കറ്റ്സിനൊന്നും ആവശ്യമില്ല. നമുക്ക് ടൈപ്പിംഗ് അറിഞ്ഞാൽ മാത്രം മതി. നമുക്ക് അത്യാവശ്യം ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്കിൽ ടെസ്റ്റ് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു എക്സാമിന് ഫോക്കസ് ചെയ്യുന്നവർ നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിക്കണം എന്നല്ല പറയുന്നത്. ഇതിന് ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്കില്ല് വീട്ടിലാണെങ്കിൽ പോലും ഡെവലപ്പ് ചെയ്ത് എടുത്താൽ മാത്രം മതി. ഡെയിലി ഒരു 5 to 10 മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്ത് ഓൺലൈനൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓൺലൈൻ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നമ്മൾ ആ ഒരു സ്പീഡ് ഇമ്പ്രൂവ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എടുത്താൽ മാത്രം മതി നമുക്ക് ആ ഒരു സ്കിൽ ടെസ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി. അതും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരും. അതിനുശേഷം ഡിപ്പാർട്ട്മെന്റ്, നമുക്ക് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ കിട്ടുന്നത് ആ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തും. അതിനുശേഷമായിരിക്കും നമ്മുടെ ജോയിനിങ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു സെലക്ഷൻ സ്റ്റേജസ് എന്ന് പറയുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോൾ ഈ ഒരു 2 ടയർ സ്റ്റേജ് ആണ് വരുന്നത്. ആദ്യം ഒരു എക്സാം കാണും, ക്ലിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് രണ്ടാമത്തെ ഒരു എക്സാം കാണും. ആ രണ്ടാമത്തെ എക്സാമിന്റെ കൂടെ ആയിരിക്കും സ്കിൽ ടെസ്റ്റ് വരുന്നത്. സോ അതൊരു മൂന്നാമത്തെ ഒരു കാറ്റഗറി ആയിട്ട് നമ്മൾ എടുക്കാറില്ല. സോ ഈ 2 ടിയറിൽ നമ്മുടെ ഈ ഒരു എക്സാം പ്രോസസ്സ് നടക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു Tier 1 എക്സാമിന്റെ പ്രിപ്പറേഷനിലേക്ക് വരുവാണെങ്കിൽ പോലും നിങ്ങൾ അവിടെ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഇതിന്റെയൊക്കെ സിലബസിനെ കുറിച്ചായാലും ഇതിന്റെ സ്റ്റഡി പ്ലാനിനെ കുറിച്ചൊക്കെ ആയാലും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനലിൽ ചെന്ന് അവിടുന്ന് സെർച്ച് ചെയ്യാവുന്നതാണ്. SSC CHSL സ്റ്റഡി പ്ലാനും CHSL സിലബസും പാറ്റേൺ ഒക്കെ സെർച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അവിടുന്ന് അതിന്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ കിട്ടും. ഇനി ഞാനിപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന സെലക്ഷൻ പ്രോസസ് ആണ്. ജസ്റ്റ് ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഒന്ന് പറയുന്നത്. അപ്പോൾ Tier 1 എക്സാമിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. നമുക്ക് അവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമുക്ക് 4 ഏരിയ ആണ് അവിടെ ചോദിക്കുന്നത്. ഒന്ന് റീസണിങ്, നമ്മുടെ മാത്സ്, ഇംഗ്ലീഷ്, അതുപോലെ ജനറൽ അവയർനെസ്. ഈ 4 ഏരിയ ആണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പൊ ഈ 4 ഏരിയ ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. 100 ക്വസ്റ്റ്യൻ 25 വെച്ചാണ് വരുന്നത്. ഓരോ ക്വസ്റ്റിനും 2 മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട്. നമ്മളൊരു ക്വസ്റ്റ്യൻ എഴുതാതിരുന്നാൽ നമുക്ക് മാർക്കൊന്നും പോകത്തില്ല. നമുക്ക് ആ ഒരു 0 മാർക്കായിരിക്കും കിട്ടുന്നത്. കിട്ടത്തില്ല. പക്ഷെ നമ്മൾ തെറ്റിക്കുവാണെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് മാർക്ക് വരും. എന്ന് പറഞ്ഞാൽ ശരിയാണെങ്കിൽ 2 മാർക്ക് കിട്ടും, തെറ്റാണെങ്കിൽ നമുക്കൊരു 0.5 മാർക്കായിരിക്കും നെഗറ്റീവ് വരാൻ പോകുന്നത്. അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. സോ പ്രോപ്പർ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് പ്രോപ്പർ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മുടെ ഇതിന്റെ Tier 2ലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി Tier 1ൽ നമ്മൾ പഠിച്ചിട്ടുള്ള അതേ സിലബസ് തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടി ബെറ്റർ നോളേജും കുറച്ചുകൂടി ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടായിരിക്കണം. എന്നുള്ള കുറച്ചുകൂടി അഡ്വാൻസ് ക്വസ്റ്റ്യൻസും കുറച്ചുകൂടി ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ കൂടുതൽ ചോദിക്കുന്നത്. സോ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ റെഡി ആയിരിക്കണം. എഗെയിൻ അവിടെയും നമുക്ക് അങ്ങനെ എഴുതാനൊന്നുമില്ല. MCQs തന്നെയാണ് അവിടെയും വരുന്നത്. ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും ചേർത്താണ് നമുക്ക് അവിടെ വരുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെയാണ് നടക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റും നമ്മൾ റെഡി ആയിരിക്കണം. അതിന് അത്യാവശ്യം നല്ലൊരു പ്രാക്ടീസ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഈ 2ന്റെയും മാർക്ക് കൂടി ചേർത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഇതിന്റെ മാർക്കും ഈ സ്കിൽ ടെസ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്യുന്നതും ഇത് 2 കൂടി ചേർത്താണ് നമ്മുടെ മെറിറ്റ് ഓഫ് ഫൈനൽ സെലക്ഷൻ നമുക്ക്
നടക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ സെലക്ഷൻ സ്റ്റേജസ് നിന്ന് ബ്രീഫ് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ മെയ് ജൂണിൽ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുവാണ്, നമ്മുടെ CS നോട്ടിഫിക്കേഷൻ വരുമെന്ന്. അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും, ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആവും നമ്മുടെ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ. എന്നിട്ട് അവിടെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അതിന്റെ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് അത് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഹോൾ ടിക്കറ്റ് ഒക്കെ വരും ഒരു 20 ദിവസം 25 ദിവസം കഴിയുമ്പോൾ. അതിനുശേഷം ആയിരിക്കും നമ്മുടെ ആദ്യത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് Tier 1 എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് ആയിരിക്കും അടുത്ത Tier 2 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നെ വരുന്ന അതേ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്ക് പോകുന്നത്. അതും ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് അതിന്റെ കൂടെ തന്നെ സ്കിൽ ടെസ്റ്റ് നമുക്കുണ്ടായിരിക്കും. ടൈപ്പിംഗ് ആണ് അവിടെ വരുന്നത്. അതും നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത്. ആ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നതിന് ശേഷം നമുക്ക് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം ആ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും, നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ നടത്തിയതിന് ശേഷമായിരിക്കും നമ്മുടെ ജോയിനിങ് പിന്നെ അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇൻ ബ്രീഫ് ഇതാണ് നമ്മുടെ SSC CHSL എക്സാമിന്റെ ഒരു സെലക്ഷൻ സ്റ്റേജസ് അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ SSC CS എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ എങ്ങനെയാണ് ഇതിന്റെ ഒരു സെലക്ഷൻ സ്റ്റേജസ് വരുന്നതെന്ന് റഫ് ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക്. ഈ ഒരു കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചോണ്ട് ഇനി ഇതിന്റെ സിലബസ് എടുത്തിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ തീർക്കണം, എത്ര സമയത്തിനുള്ളിൽ ഏതൊക്കെ ടോപ്പിക് കവർ ചെയ്യണം, എവിടെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു പോവുക. അപ്പോൾ ഇനി നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏറ്റവും നല്ലപോലെ നടത്തുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ഒന്ന് നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആയിരിക്കണം. അത് നമ്മുടെ SSCയുടെ വെബ്സൈറ്റ് വഴിയായിരിക്കും നമുക്ക് ആ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് വെക്കാം, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അതിപ്പം ഈ ചാനൽ വഴി തന്നെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് SSCയുടെ സൈറ്റിൽ വന്നാൽ നമ്മളത് ഉടനെ തന്നെ വീഡിയോ ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊണ്ടുവരുന്നതായിരിക്കും. അവിടെ നമുക്കത് PDF ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇവിടെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ ഒന്നും മിസ്സാവാതെ ഇവിടെ തന്നെ അറിയാൻ പറ്റും. സോ ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് വെക്കുക, ഫ്യൂച്ചർ ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി. ഇതുകൂടാതെ തന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റൻ ഡിസ്കഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അപ്ഡേറ്റ്സ് അറിയുന്ന കാര്യം മാത്രമല്ല, നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടിയും ക്വസ്റ്റ്യൻ പ്രാക്ടീസും പ്രീവിയസ് ക്വസ്റ്റൻസും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് അതിന്റെ ഡിസ്കഷനും സൊല്യൂഷനും ഐഡിയാസും ഒക്കെ തന്നെ എങ്ങനെ എക്സാം അപ്രോച്ച് ചെയ്യണമെന്നുള്ള ഐഡിയാസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. Tier 1 പ്രിപ്പറേഷന് വേണ്ടിയുള്ള സിലബസ് അത്യാവശ്യം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ Tier 2 കൂടി പ്രിപ്പയർ ചെയ്യുക. Tier 1 കിട്ടിയതിന് ശേഷം Tier 2 നോക്കാം, അങ്ങനെ ഒരു ആംഗിൾ ആയിരിക്കല്ല. Tier 1 പ്രിപ്പറേഷൻ അത്യാവശ്യം ഒരു സിലബസ് ഒക്കെ ഒരു 60-70-80% കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ Tier 2 സിലബസ് കൂടി എടുത്തു വെച്ച് അതിന്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുക. അതുപോലെ തന്നെ കുറച്ച് സമയം സ്കിൽ ടെസ്റ്റിന് വേണ്ടി മാറ്റി വെക്കുക. കട്ട് ഓഫ് എത്ര എന്നുള്ളതൊക്കെ നോക്കി വെച്ച് ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളുടെ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഏറ്റവും നല്ലപോലെ മുമ്പിലോട്ട് കൊണ്ടുപോവുക. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പോൾ നിങ്ങളും റെഡി ആയിരിക്കണം നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടി എൻട്രിയിലും നമുക്ക് ഓൺലൈൻ ബാച്ചസ് വരുന്നുണ്ട്. SSC എക്സാംസിനും അതുപോലെ SSC മാത്രമല്ല റെയിൽവേ, ബാങ്ക് എക്സാംസിനൊക്കെ തന്നെ നമുക്കിവിടെ ബാച്ചസ് ഉണ്ട്. അപ്പോൾ എക്സാമിന് വേണ്ടി ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് ലൈക്ക് പല മെറ്റീരിയൽസും പല സ്ഥലത്തു നിന്നും പല മോക്ക് ടെസ്റ്റുകൾ പല സൈറ്റിൽ നിന്നൊക്കെ പോകുന്നതിന് പകരം എല്ലാം കൂടി ഒരു ക്ലിയർ പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ റെക്കോർഡ് ക്ലാസ്സസ് ആയിരിക്കും വരുന്നത്. ആ റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഒരു ഷെഡ്യൂൾ അനുസരിച്ചായിരിക്കും പോകുന്നത്. ഓരോ ദിവസവും കംപ്ലീറ്റ് ഉള്ള ടോപ്പിക്സ് വീഡിയോസ് അതിന്റെ തന്നെ ഷെഡ്യൂളിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകുക എന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി അതിനുശേഷം നമുക്കവിടെ റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് കാണാം. അതിനുശേഷം നമുക്കവിടെ ലൈവ് ക്ലാസ്സസ് വരും. ഈ റെക്കോർഡ് ക്ലാസ്സസ് നമ്മൾ കാണുന്നതും പഠിക്കുന്നതായിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ അഡ്വാൻസ് പ്രാക്ടീസ് ആണ് ലൈവായിട്ട് തന്നെ ഫാക്കൽറ്റീസിന്റെ കൂടെ ചെയ്യുന്നത് ഈവനിങ് ടൈമിൽ. അപ്പോൾ ഈവനിങ് ടൈമിൽ ആ ക്ലാസ്സസ് പോകുന്നതും 7 മണിക്ക് ശേഷം 8 മണിക്ക് ശേഷമൊക്കെയാണ് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡേ ടൈം കോളേജിൽ പഠിക്കുന്നവരാണെങ്കിലോ നിങ്ങൾ ഈ പറഞ്ഞ പോലെ വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു രീതിയിലും ആ ആക്ടിവിറ്റീസ് ഒന്നും എഫക്റ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഈവനിങ് ടൈം പോകുന്ന കാരണം. ഇനി എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഏതെങ്കിലും ദിവസം മിസ്സായപ്പോലും അതിന്റെ ഈ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ അതും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കൂടാതെ തന്നെ മെന്റേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, കോർ ടോപ്പിക് ഡിസ്കഷൻസ്, ആപ്ലിയുടെ സപ്പോർട്ട്, ഇ ബുക്കുകൾ, ക്വിസുകൾ, മോക്ക് ടെസ്റ്റുകൾ, ഇങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും ഇതെന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം 773619
2215 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ പഠിച്ചതോ പഠിക്കുന്നതോ ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ചൊക്കെയും ഡിസ്കസ് ചെയ്ത് വേറെ ഏതൊക്കെ എക്സാം എന്നോട് പാരലായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അടക്കം ഉള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എത്രയും പെട്ടെന്ന് തുടങ്ങി നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചർ ഗവൺമെന്റ് ജോബ് അല്ലെങ്കിൽ ഡ്രീം ജോബ് എന്നുള്ള ഒരു ലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള സ്റ്റെപ്പ് എടുക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ലേറ്റ് ആയി പോവാതെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ട് കാര്യമില്ല. അതിന് വളരെ മുമ്പേ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് അറിയാൻ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ഈ ചാനൽ ഫോളോ ചെയ്യുക. ഇമ്പോർട്ടന്റ് ഫ്യൂച്ചർ അപ്ഡേറ്റ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെയൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ ഇതേപോലെ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.